കല്യാണത്തിന്റെ ചായ ഭയങ്കര വീക്കൻസാ. ബോണിയാണ് ചായയുടെ ആള്. ഇത് സാരി ചുരിദാർ, ഇത് ചുരിദാർ. ഉമ്മാക്ക് നടുവിൽ നിക്കണെന്ന്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് ജാസിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ? എന്തിന്? കല്യാണം വിളിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ ജാസിയുടെ ഹോം ടൂർ അല്ലെങ്കിൽ റൂം ടൂർ എടുക്കാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ ജാസിയുടെ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കയറാം അല്ലേ? ബെല്ലടിക്കാം ബാ. അപ്പോ ഉമ്മാക്കാച്ചി ജാസിനെ ഭയങ്കര ഇഷ്ടാ. ഹലോ ഹലോ, നല്ല ചുരിദാറുന്നു, സൂപ്പറാണ്. ജാസിന് അത്ര എത്തില്ല. നല്ല വിശേഷം. എക്സാം ഇതായോ? ഓക്കെ ആയോ? കഴിഞ്ഞല്ലേ? എക്സാം കഴിഞ്ഞു. ഐബ്രോ ചെയ്താ? ഇല്ല, ഞാൻ ജസ്റ്റ് വരച്ചതാ. ഐബ്രോ എനിക്ക് പറഞ്ഞു ചെയ്യില്ല. എനിക്ക് ഒറ്റ ചെയ്താൽ എനിക്കൊരു ഇത് കിട്ടും. നീ എപ്പോഴും ചെയ്യാൻ പറഞ്ഞോ? ഞാൻ അങ്ങനെ ചെയ്യലില്ല, കുറവാ ചെയ്യല്. കല്യാണം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? കല്യാണത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അല്ല, എൻഗേജ്മെന്റിന്. എൻഗേജ്മെന്റിന് കല്യാണത്തിന് ചെയ്യണം. ഞങ്ങളുടെ ഇതെന്താ മനസ്സിലായ? യൂട്യൂബ് ചാനലിന്റെ സേവ് ഡേറ്റ് തിരിക്ക് കല്യാണത്തിന്റെ ഇങ്ങനെ കൊടുത്തു. ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് യൂട്യൂബ് ചാനലിൽ മീൻസ് ഇപ്പൊ 100K അതേപോലെ 1 million കാര്യം സെലിബ്രേഷൻ ചെയ്യുന്നുണ്ടല്ലോ. ഇനി അങ്ങനെ വല്ല 1 million ആയോ? കത്താണ്. എങ്ങനെയുണ്ട് കത്ത്? ഇത് മട ക്രിയേറ്റിവിറ്റി. പക്ഷെ കൊള്ളാം, ഡ്രസ് ഉണ്ട്. ജൂലൈ 12 അല്ലേ? ഇരിക്കേ വാ. അപ്പൊ ഇതാണ് ജാസിയുടെ റൂം. കണ്ടാ ഇവിടെ ഭയങ്കര എന്ത് ചെയ്തു ജാസി അശ്വര ഒരു എന്ത് ചെയ്ത് എന്താ പറയുന്നതിന് ശാലിയോ? ഇത് നമ്മുടെ പേരിന്റെ ജസ്റ്റ് ഇങ്ങനെ ഞാൻ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് പുറകിൽ ഇങ്ങനെ ഇതാക്കുമ്പോ ജസ്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണ്ടി വെച്ചാണല്ലേ. ഇതുപോലെ കൊറേ ഫോട്ടോസും അടിപൊളിയായിട്ട് ഭയങ്കരമായിട്ട് കുഞ്ഞു റൂമായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റും ക്ലീനാണ്. നല്ലൊരു ഒരു എസ്തെറ്റിക് വൈബ്. ഒരു പോസിറ്റീവ് വൈബ്. പോസിറ്റീവ് വൈബ്. ആള് കേറി വരുമ്പോൾ നമുക്ക് ഒരു ഹാപ്പിനെസ്. കണ്ട ജാസിക്ക് എന്താ അവാർഡ് കിട്ടിയതിരിക്കുന്നുണ്ട്. അതല്ലേ, ഇനി എന്തോരം അവാർഡുകൾ കിട്ടാൻ ബാക്കി കിടക്കുന്നത്. അവാർഡുകൾ മേടിക്കാൻ വേണ്ടിട്ട് ആശിയുടെയും ജാസിയുടെയും ജീവിതം ഇനിയും ബാക്കി. ഞങ്ങള് ഇപ്പൊ കുറച്ചേരായിട്ടുള്ളൂ പുറപ്പെട്ടു. അല്ല, മഴ ഉണ്ട്, നല്ല മഴയായിരുന്നു. ഞാൻ ഇങ്ങനെ ആഷിനോട് പറഞ്ഞേ, ഞാൻ പാർലറിൽ വരുമ്പോ നല്ല മഴയാണ്. അപ്പൊ ആഷിനോട് പറഞ്ഞു ഇനിയിപ്പൊ അവര് ലേറ്റ് ആവോ, റോഡ് ബ്ലോക്ക് ആയിട്ടൊക്കെ. അപ്പൊ പറഞ്ഞു വിളിച്ചോ, ജസ്റ്റ് വിളിച്ചോ. നമ്മുടെ എല്ലാമാണ്. നമ്മുടെ മാനേജറാണ്, ക്യാമറമാനാണ്, പ്ലംബറാണ്. ബോണിയാണ് ചായയുടെ ആള്. അതല്ലേ, ബോണിക്ക് ചായ എന്ന് പറഞ്ഞാൽ ബോണിയുടെ വീക്ക്നെസ്. ബോണി ഒരു വഴിക്കിറങ്ങിയ ഒരു 2-3 ചായയും കുടിക്കണം. അത് ബ്ലോക്കിന്റെ ഇടയിലൊക്കെ നിർത്തിയിട്ട് ചായ കുടിക്കും. ചായ ഭയങ്കര വീക്കൻസാ. ചായ ഇപ്പൊ നല്ല പതപ്പിക്കണം. എക്സ്ട്രാ ടേസ്റ്റ്. ശരി, അത് നല്ല പതിന് ചായ ഉണ്ട്. ഈ ഗ്ലാസ് തന്നെ യൂസ് ചെയ്യാം. അതെ, നാടൻ തട്ടട ഗ്ലാസ് ഇല്ല. ഇത് എന്താ പറയാ? ജാസിക്ക് മുന്നേ ചായക്കട ഉണ്ടായിരുന്നു എന്റെ സംശയം. കാരണം എല്ലാ സാധനവും ഞാൻ ഡിപ്ലോമ ഹോട്ടൽ മാനേജർ ആണല്ലോ. അതല്ലേ, ഇഷ്ടമാണ് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. താങ്ക് യു. ഒന്നും പറയാനില്ല. ബിയോണ്ട് വേർഡ്സ്. ചായ അടിപൊളിയല്ലേ? ഉമ്മ പറഞ്ഞ പിന്നെ അപ്പുറല്ല. ശാലിയോ എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. അന്ന് വിനോദിനെ കഴിച്ചിരുന്നു.
കഴിക്കൂ ജിലേബി ലഡു കഴിക്കൂ. ഇത് ജിലേബി ഇതിലിടൂ. ബെഡിലേക്ക് ഇരുന്നോ എന്താണ് ആറ് വരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞേ എന്താണ് ഗസ്റ്റ് ഇപ്പൊ എത്തും ആകെ ഹനുമാൻ ഗൈഡ് ആണ് ഞാൻ ഹനുമാൻ ഗൈഡ് എന്നല്ല അപ്പൊ എന്താ ജാസിന്റെ ചാനൽ ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സെറ്റ് ആയിക്കൊണ്ടില്ലേ? കുറച്ച് വിവാദം വന്നതിന് ശേഷം ഒന്ന് അത് ക്ലിയർ ആയില്ല. അന്നത്തെ എന്തോ സ്റ്റക്ക് ആയി നേരുന്നത്. ഇൻസ്റ്റ ഒക്കെ ആയോ? അപ്ലോഡ് ചെയ്യുന്ന ഇൻസ്റ്റ റെഡി സമയത്ത് ആയോ? ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഇത് വേണല്ലേ എന്താ പറയാ ലാപ്ടോപ്പിൽ ചെയ്യണല്ലേ ഫോൺ ചെയ്താൽ മതിയാ എങ്ങനെയാണ് ചെയ്യാ? ഞാനും ഫോണിൽ കൂടുതൽ ചെയ്യാറ്. എനിക്ക് ഇത് അതിന്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഗൈസ് നമ്മളെ ഗസ്റ്റ് എത്തിയിരിക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മളെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. മണവാളനും അതേപോലെ മണവാട്ടിയും ഉമ്മയും ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാമറമാൻ ബോണി ഇത്. അപ്പൊ ഇവരാണ് ഇന്നത്തെ നമ്മളെ ഗസ്റ്റ്. ഉമ്മ കൊറേ ആയി ഞങ്ങൾ കല്യാണത്തിന് കണ്ടതാണ്. ഉമ്മാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ബിഗ് ഫാനാണ് ഉമ്മ ജാസിയുടെ. ഞാനും ഷാലുന്റെ 2 താത്തയും അനിയത്തിയും. അപ്പൊ അവര് കാണാൻ വേണ്ടി വന്നാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ അന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്മാന്റെ കല്യാണത്തിന്റെ കോസ്റ്റ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അടിപൊളിയായിരുന്നു. അവര് ഉമ്മ ഒന്നുകൂടി ഉമ്മാനെ കാണാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അവര് ജസ്റ്റ് ചുമ്മാ കല്യാണം പക്ഷെ അത് അതെടുത്തോന്നെ മണവാളിന്റെ കല്യാണത്തിന് ക്ഷണിക്കാൻ ഇത് കാണുമ്പോൾ നിങ്ങൾ എനിക്ക് ഗോൾഡൻ ഫ്ലവട്ടം കിട്ടിയെന്ന് എല്ലാ കേസ്. ഇത് മണവാളിന്റെ കല്യാണക്കുറിയാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇത് ഡിസൈൻ ചെയ്തത് മറ്റാരുമല്ല നമ്മുടെ മണവാളിന്റെ ഉമ്മയാണ് ഇത് ഡിസൈൻ ചെയ്തത്. കാരണം അവന് ഓൾറെഡി യൂട്യൂബ് ചാനലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു അടിപൊളി. പക്ഷെ കല്യാണ കത്തിനാണ് അടിപൊളിയായിട്ട് രസമുണ്ട് കാണാനായിട്ട് കത്ത്. അപ്പൊ കല്യാണത്തിന് ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം, പവറാക്കും, പൊളിക്കും, അടിച്ചു പൊളിക്കണം. ഇവരെ നിക്കാഹിന്റെ അല്ലേ നിക്കാവും റിസപ്ഷനും ഒക്കെ നമ്മൾ അടിപൊളിയായിരുന്നു. ജാസിയുടെ ഡാൻസ് ഉണ്ട് പൊന്നിസഖി. അപ്പൊ അതേപോലെ നമുക്ക് ഈ പ്രാവശ്യം അടിപൊളിയാക്കണം. അപ്പൊ ഞങ്ങൾ എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതാണ് ഉമ്മ കേട്ടോ. സിസ്റ്റർ വന്നിട്ട് ജാസിയുടെ വ്ളോഗിക്ക് 2 വാക്ക്. ഉമ്മക്ക് എന്താ പറയുക? ഉമ്മക്ക് എന്താ പറയാ? ഉമ്മ അങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാറില്ല. പിന്നെ കൂടെ ഞാനൊന്ന് പുഷ് ചെയ്യണം. ഉമ്മ 2 വാക്ക് പറഞ്ഞേ. ജാസിയുടെ വീട്ടിലേക്ക് വന്നപ്പോ എന്ത് തോന്നുന്നു? ചെറുതാണെങ്കിലും അടിപൊളിയാണ്. പോസിറ്റീവ് എനർജി. ഇവരെങ്ങനെ പോസിറ്റീവ് എനർജി. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ഇവരാണ് നമ്മള് ഗസ്റ്റ് അല്ലെങ്കിൽ ഫാമിലി പോലെ തന്നെയാണ്. മണവാളനും അവന്റെ ഫാമിലി ഇപ്പൊ നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ്. വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ താങ്ക് യു. ഇതോടുകൂടി നമ്മളെ യൂട്യൂബ് വീഡിയോസ് ഇവിടെ വൈകിട്ടാണ്. ഇവന്റെ അക്കൗണ്ടിൽ ഞങ്ങൾ ഇന്ന് ജാസിയുടെ ഹോം ടൂർ കൂടി എടുക്കാൻ വന്നതാണ്. അപ്പൊ എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ലൈക്കും ഷെയറും കമന്റും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആശയുടെ ഓക്കെ ബൈ. ഒന്നുമില്ല. ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. എന്റെ വീട്ടിൽ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. മഴ ഞങ്ങനെ മാറ്റി കളിക്കും. എന്റെ അവിടെ കുറ്റിപ്പുറം വീട്ടിൽ നിറയെ ചെടിയുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോ ഞാൻ അവിടെ കുറച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നിറച്ചിങ്ങനെ വെക്കും ഇവിടെ. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം ചെടി. ഉമ്മ ഇടക്കിടക്ക് കൂടെ അവിടെ ഇങ്ങനെ ചെടി ഇതാക്കും. ഇത് എവിടെ വെട്ടാനും വളരുന്ന ചെടിയാ. ഇത് ചെറിയ പോട്ട് വെച്ച് കുഞ്ഞു പൊട്ടിലൊക്കെ വേര് അത്രല്ലേ പോകുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും ചെറുതായിട്ട് നിൽക്കുന്നത്. വലിയ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റിൽ വരും. ആ ചട്ടി കുറച്ചുകൂടെ വലുതായി വരും. ഇതോ അങ്ങനത്തോ ആണോ? ഇത് വെള്ളത്തിൽ വളരുന്ന ചെടിയാണോ? ഞാൻ ഇത് ജസ്റ്റ് മണ്ണിലിട്ടിരിക്കുന്നത്. 2 ആഴ്ചയിൽ 1 വട്ടം 2 വട്ടമൊക്കെ വെള്ളം ഒഴിച്ചു. ഒറിജിനൽ അത് ഈ വുഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ക്ലിക്കൂടെ തന്നെയാണ്. അത് താഴ്ന്ന കിട്ടിയതാ.
കിളിക്കൂട ഞാൻ അണ്ണാങ്കൂടാണോന്ന് അറിയില്ല. അത് ഞാനൊരു കൊമ്പിന്റെ ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ. അത് ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഈ ആഷിക്കുണ്ട് ഈ കൈ വീശിയൊരു നടത്തം അങ്ങനെ പോകുന്നതാണത്. ഇതിൽ കിളി ഉണ്ടായിരുന്നു, കിളി പോയി. പ്ലാസ്റ്റിക്കിന്റെ കിളിനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇത് ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ. ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അത് ആഷിലോട്ട് പോയപ്പോ തട്ടിയിട്ടതാ. ഇത് ഒറിജിനൽ കിളിയുടെ കൂടാ താഴത്തുനിന്ന് കിട്ടിയത് എനിക്ക്. ഈ ഇരിക്കുന്നതെല്ലാം ഇനി പ്രൊമോഷൻ ചെയ്യാനുള്ള ഡ്രസ്സുകള്. ഇത് പക്ഷെ വേറെ വേറെ പേജിൽ നിന്ന് കിട്ടിയതാ. ഇതൊക്കെ ഞാൻ ഇത് എനിക്ക് പേജുകൾ അറിയില്ല ഏത് പേജ്. ഇത് ഞാൻ മറക്കാതിരിക്കാണ്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇനി ഏത് പേജ് എന്നുള്ളത് എനിക്ക് തപ്പണം. അത് പിന്നെ പേജ് അറിയാൻ വേണ്ടിയാണ് അടുത്ത പ്രൊമോഷൻ ചെയ്യാനുള്ള ഡ്രസ് കളക്ഷൻസ് ആണ്. സാരീസ് കൊറേ സാരീസ് ആണല്ലേ ഇതൊക്കെ. സാരി ഡ്രസ് എന്താന്ന് മനസ്സിലായി. നമുക്ക് മനസ്സിലായി. നമുക്ക് നമ്മള് ഞാനിടാറില്ലല്ലോ. കളർഫുൾ ഡ്രസ്സാണ് മനസ്സിലായത്. പിന്നെ നമുക്ക് മനസ്സിലാവില്ല. ഇത് സാരി ചുരിദാറിന്റെ കുറെ ഉണ്ട് ചെയ്യാനുണ്ട്. ഇതിനിപ്പോ എന്തായാലും അടുത്ത നാളെ ഇടാത്ത സാധനങ്ങളാണ് പ്രൊമോഷൻ ചെയ്യാൻ. എനിക്ക് നാളെ എന്തായാലും ഒരു പ്രൊമോഷൻ ഇതുണ്ട്. ഇത് ചുരിദാർ. ഇത് നാളെ എനിക്ക് എന്തായാലും ഷൂട്ട് ഉണ്ടല്ലോ, അപ്പൊ അതിന് സാരി മതിയോ? ഞാൻ ലെഹങ്ക. ഇത് കോഴിക്കോടുള്ള കോഴിക്കോടുള്ള ഒരു ജെ4 ഡിസൈൻസിന്റെ അവരെ ബുട്ടിക്കിന്റെ പ്രൊമോഷൻ. ഇത് കോൺട്രാസ്റ്റ് അങ്ങനെ ഇതിലേക്ക് ഓറഞ്ച് ഷോള്. എനിക്ക് ബ്രൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ. എനിക്ക് ബ്രൈറ്റ് കളേഴ്സ് ആണ്, അല്ലെങ്കിൽ ബ്ലാക്ക്. ബ്ലാക്ക് ഇടുമ്പോ ഒന്നുകൂടി അട്രാക്ട് ഉണ്ട്. എനിക്ക് എനിക്ക് ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും മഞ്ഞ, റെഡ്, ബ്ലാക്ക് അങ്ങനെ എനിക്ക് ഡ്രസ്സ്. നല്ല ഫോക്കസ് ആവും, പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് എല്ലാ കളേഴ്സും. അതെ, പിന്നെ ഓൾമോസ്റ്റ് എനിക്ക് പിന്നെ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ ഈ പേസ്റ്റൽ കളേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ ഫേമസ് ട്രെൻഡ് പേസ്റ്റൽ കളേഴ്സ്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. പേസ്റ്റൽ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക്. ഇപ്രാവശ്യം എന്താ ഡ്രസ് എന്താ? നീ എന്താ സാരിയാണോ? ഞാൻ കൊടുത്തിട്ടില്ല. മറ്റേത് കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തേക്ക്. ഗൗൺ തന്നെ. അനിയത്തിയാണോ? എന്താ ഇങ്ങനെ പഠിക്കണോ? ആണോ? ഒന്ന് കൊറേ ആക്കാലോ, ഓർമ്മല്ലേടാ. സുഖമായിട്ടിരിക്കുന്നു. എന്നിട്ട് സുഖമായിരിക്കും. സുഖം. പഠിക്കാണോ അവള്? സന്തോഷം കൊണ്ട് +2 കഴിഞ്ഞുള്ളൂ അല്ലേ? കല്യാണത്തിന് കാണാട്ടാ. ശരി, ബൈ. നമുക്ക് ഇറങ്ങാല്ലേ? കല്യാണത്തിന് മെഹന്തി, ഡ്രസ്, ഓർണമെന്റ്സ്, കൊറേ പരിപാടി. ക്ഷീണിക്കും. ഓൾമോസ്റ്റ് സെറ്റ് ആക്കി. കൊളാബ് കിട്ടല്ലോ കൊറേ മറ്റേ ഇതിന്റെ ഒക്കെ. മെഹന്തി എനിക്ക് പ്രാവശ്യം പെരുന്നാളിന് കുട്ടി 200. പരിപാടി പറയാച്ചെങ്കിൽ ബോഡി അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല, കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അതല്ലേ കട്ടിയിൽ നൈസായിട്ട് അറിയണ്ടായിരുന്നു. സത്യം. എല്ലാവർക്കും ഉമ്മ തന്നെ ഇടുന്നത്. ഇതാ ഡിസൈൻ ചെയ്തിട്ട് വരച്ചിട്ടുള്ള കേട്ടാ, പക്ഷെ കിട്ടിയിട്ടില്ല. ജസ്റ്റ് അവര് വരച്ചതാ. നമ്മുടെ ഇവളുടെ കിട്ടിയിട്ടില്ല.
അതൊക്കെ ഇതാ ഗോൾഡ്. ഏത് അല്ലൂർ ചെയ്യുന്നത്? അല്ലല്ല നമ്മൾ കസ്റ്റമൈസ് ചെയ്യിപ്പിക്കുക. ബ്ലാക്കില് ഈ വർക്ക് ഗോൾഡൻ. അല്ലൂർ എനിക്ക് തിരുവനന്തപുരത്തെ പരിപാടിക്ക് എനിക്ക് അവരെ തന്നത് ഡ്രസ്സ്. അതല്ലേ അതിൽ നിഹാലിന്റെ ഫ്രണ്ടാ, എനിക്കത് അറിയില്ലായിരുന്നു. നിഹാല് എന്റെ കൂടെ വർക്ക് ചെയ്ത് അതിന്റെ ഓണർ ആ ഹസ്ബൻഡാ തിരൂര് അവര് 3 മൂന്നാൾക്കാരുണ്ട്. നിഹാല്. കസിൻസും ഇവരൊക്കെ തന്നെയാണ്, അവരുടെ ഫാമിലീസ് തന്നെയാണ്. തിരൂര് ലാസ്റ്റ് തിരൂരത്തിൽ പരിപാടി ഉണ്ടായിരുന്നില്ലേ, അതിന് കോസ്റ്റ്യൂം എനിക്ക് കോഴിക്കോട് നിന്ന് കോസ്റ്റ്യൂം തന്നു. പക്ഷെ ആ കോസ്റ്റ്യൂം എനിക്ക് ഇട്ടിട്ട് ഒരു തൃപ്തിയായില്ല. അപ്പൊ ഇന്റെ അതിനായിട്ട് കുറച്ചുകൂടി മലക്ക് നിൽക്കുന്ന സാധനം ഡ്രസ് ഉണ്ടാ സാധനം ഉണ്ടാ. ആ കാശ്മീരിന്റെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ലെഹങ്ക നല്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. മേക്കപ്പ് അടിപൊളിയായിരുന്നു. അതാരാ ചെയ്തത്? മേക്കപ്പ് ചെയ്തത് മറ്റേതായി കുട്ടി, പേരറിയാൻ പറഞ്ഞുതരാം. താരാസിന മണവാട്ടി. അതറിയില്ല. നീ ആദ്യം ശരിക്കുള്ള പേരിലിട്ട് മണവാളൻ. ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ചിലത് എന്താ അറിയോ, ഇപ്പൊ ഈ ഡ്രസ് ആരുടെ എന്താണെന്നറിയോ, എനിക്ക് അറിയില്ല ഏത് പേജാണ്. ഞാൻ പോസ്റ്റ് ചെയ്യല്ലോ, അപ്പൊ അവര് വിളിക്കും, ജാസി ഞങ്ങൾ കൊളാബ് ഇടില്ല, അയ്യോ ഒന്ന് മെസ്സേജ് ചെയ്യോ. അപ്പൊ അങ്ങനെ കുറെ കൊളാബ് കൊടുക്കാം. കാരണം എന്താ അറിയോ, എനിക്ക് ഓർമ്മയില്ല ഇത് ഏത് പേജ് വന്നേന്നുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്യും. അപ്പൊ സുഖല്ലേ, നമ്മള് ഡ്രസ്സാണല്ലോ, പക്ഷെ കൊളാബ് നമുക്ക് തന്നില്ലല്ലോ. നമ്മൾ ആണോ ഇപ്പൊ തന്നെ കൊളാബ് ചെയ്യാട്ടോ, അതുകൊണ്ട് ഞാൻ കൊളാബ് ചെയ്ത് കൊടുക്കും. പിന്നെ അവര് പെരുന്നാളിന്റെ വീഡിയോ ഒക്കെ ആയിരിക്കും ഡ്രസ് കൊടുക്കും, പെരുന്നാളിന്റെ പെരുന്നാളൊക്കെ അല്ല അത് എനിക്ക് കുറേ കിട്ടണോണ്ട് നമുക്ക് ഇതാശ കുത്തിച്ച് ചാർജില്ല, ടൈം കിട്ടുന്നില്ല എനിക്ക് അത്ര നാള്. പിന്നെ ഒന്നാമത് ഷൂട്ട് എടുക്കണം, എഡിറ്റും ചെയ്യണം, ഇതും ചെയ്യണം. ആശ പിന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഓരോ ഷൂട്ട് ഇനിയിപ്പോ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇനിയിപ്പോ 18-ാം തീയതി ഇന്റർവ്യൂ, 19, 20, 21 ബ്രൈഡൽ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ മാസം 26-ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം അല്ലേ? ആ സമയമായല്ലോ അല്ലേ, ഏകദേശം അല്ലേ? ഇതാ പറയുമ്പോ തരും മാസങ്ങൾ, ഇതാ കണ്ണെടുക്കുമ്പോ തരും. നിന്റെ വീട്ടിലെ ഒരുക്കങ്ങളോ എല്ലാം ആയോ? ഓക്കെ ആയോ? വീട്ടിൽ നീ പോക്കുണ്ടോ? പിന്നെ ഓളോളെ വീട്ടിലുള്ളത് അല്ല, നിക്കാഹ് കഴിഞ്ഞിട്ടില്ലല്ലോ. നിക്കാഹ് അങ്ങനെ അയ്യടാ, എന്ത് കുഴപ്പം, ഞങ്ങളെ നാട്ടില് കുഴപ്പം തന്നെയാണ് അത്. അല്ലല്ല അങ്ങനെയല്ല, നിക്കാഹ് കഴിഞ്ഞാലാണ് വൈഫ് ആവുള്ളൂ. ഇപ്പൊ ഇവര് തമ്മില് വൈഫല്ല, ഇവര് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരായിട്ടുള്ളൂ. പക്ഷെ നിക്കാഹ് കഴിഞ്ഞാല് ഇവന് വൈഫായി. പിന്നെ ഇവിടെ വീട്ടിൽ നിന്നാലും പിന്നെ കൂട്ടിക്കൊണ്ടല്ലൊക്കെ ഞങ്ങളുടെ നാട്ടില് പിന്നെ ഉള്ളത്. നിക്കാഹ് കഴിഞ്ഞാൽ വൈഫായി, മഹർ വീണാല്. 10-ാം തീയതി, റിസപ്ഷന് 12-ാം. പിന്നെ മുതല് നമ്മുടെ വീട്ടിൽ നിക്കാഹ് പിന്നെ വൈഫായി, പിന്നെ ഒന്നും കുഴപ്പമില്ലല്ലോ. അങ്ങനെ വീട്ടിൽ നിന്ന് വരുന്നേ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് വരുന്ന രാവിലെ വന്നത് അങ്ങോട്ട്, എന്നിട്ട് പിന്നെ അവിടെ തിരിച്ചു തന്നെ പോകും. ജാസി എന്ന് വിചാരിച്ചു നിങ്ങളുടെ കല്യാണം അല്ല, ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചത്. വേണ്ടപ്പെട്ട ആളെ മാത്രം വിളിച്ചിട്ടുള്ളൂ. ഫാമിലീസ്, രണ്ടാലും ഫാമിലീസും കുടുംബക്കാരും മാത്രമല്ല, പിന്നെ ഇവന്റെ കുറച്ച് ഫ്രണ്ട്സും അടുത്ത കുടുംബം മാത്രമേ വിളിച്ചിട്ടുള്ളൂ. പക്ഷെ 700 ആൾക്കാർ പരിപാടി ഉണ്ടായിരുന്നത്, 700 ആൾക്കാരുണ്ടായിരുന്നു. റിസപ്ഷൻക്കായാലും കൂടുതലുണ്ടാവും. അതെങ്ങനെ കിട്ടാന്നുള്ളതാണ്. നല്ല ആൾക്കാരുണ്ടാവും അല്ലേ? 12-ാം തീയതി ഫാമിലി, ഉമ്മയുടെ ഫാമിലി, പിന്നെ അവന്റെ ഫ്രണ്ട്സ്, അതുകൂടാതെ എല്ലാവരും യൂട്യൂബേഴ്സും ഉണ്ടാവും. അന്നൊക്കെ ഞാൻ കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ. ആ നാട്ടില് കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവല്ലേ ഇപ്പൊ എന്റെ? എന്റെ പല പോലെ ഇപ്പൊക്കെ എവിടെ പോലെ ഫ്രണ്ട്സ് ആയിക്കാരും. അങ്ങനെയാണ് അല്ലേ?
പൂജ ആ നൗഫൽ അത് ഞാൻ പോയിട്ടില്ല. ആ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയി. അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, പോകാൻ പറ്റില്ല. പിന്നെ ഇവര് മുമ്പ് പറയണ്ടേ, 2 ദിവസം മുമ്പ് പറഞ്ഞാൽ നമുക്ക് അത് നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ അതിന് മുമ്പ് ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്വാൻസ് വാങ്ങിച്ചു പിന്നെ പോകാൻ പറ്റില്ലല്ലോ. മതി ഇനി അവിടെ ഇരുന്നു പാവണ്ട അതിനെ കൊണ്ട്. എടാ രാവിലെ മുതൽ രാത്രി വരെ വീഡിയോ എടുത്ത് നിന്നാലും കുഴപ്പമുണ്ടാവില്ല. ഇനി ഇത് ഉൾപ്പെടുത്തണ്ട, കട്ട് കട്ട് കട്ട്. അപ്പൊ ശരി ഇറങ്ങട്ടെ, കാണാം. അപ്പൊ ഈ കല്യാണത്തിന് വരണം. എല്ലാവിധ ആശംസകളും. ഓക്കെ അപ്പൊ ഞങ്ങള് അപ്പൊ നേരത്തെ ഒന്ന് വേറെ കുറെ വെറൈറ്റി പരിപാടികൾ പ്രാവശ്യം കാണാം. ക്രെയിന്റെ പരിപാടി മിസ്സായില്ലേ? അല്ലെങ്കിൽ വീട്ടിക്ക് പോരെ ഓളെ വേണ്ട വേണ്ട. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങള് ജാസിയുടെ വീട്ടിൽ വന്നിട്ട് കല്യാണം വിളിച്ചു കഴിഞ്ഞു. റൂം ടൂർ ചെയ്തു, ഏതെല്ലാം കഴിഞ്ഞിട്ട് പോവാണ്. ഓക്കെ നമ്മൾ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ ബൈ.